ചിലമ്പിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അതിലെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, പ്രണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ സിനിമാ കഥകൾ എനിക്കിത് വലിയ ഇഷ്ടം, ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത്. അന്നത്തെ ഒരു മദ്രാസ് കഥകളുണ്ട്. മദ്രാസിലെ ഈ സിനിമാക്കാരന്റെ ലക്ഷറി ഇല്ലാത്ത കഥകൾ, കഷ്ടപ്പാട് ചേരാത്ത മാച്ച്. ഇപ്പൊ സിനിമ ഭയങ്കര അഭിനയമോഹം ഉണ്ടെന്ന് പറയുന്ന പല ആൾക്കാർ സത്യത്തിൽ അഭിനയത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയറാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അഭിനയത്തെക്കാളും. ഈ ബാച്ച് മുഴുവൻ വലിയ മദ്രാസ് കഥകളുണ്ട്. ആ കഥകൾ തൊട്ടെടുത്താൽ ഒരുപാട് നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുന്ന, ഇപ്പോഴും ഏറ്റവും പുതിയ സംഗീതം കൃത്യമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന, പശ്ചാത്തല സംഗീതമാണെങ്കിലും സിനിമയ്ക്ക് വേണ്ട പാട്ടുകളാണെങ്കിലും എല്ലാം ഏറ്റവും ഗംഭീരമായി ഒരുക്കുന്ന ഭരതൻ സാറിനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, അദ്ദേഹവുമായി വലിയ സൗഹൃദമുള്ള സംഗീത സംവിധായകൻ, ഓർമ്മയിൽ നിന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാർ, ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടിയിലേക്ക്. ഞങ്ങള് ചിലമ്പിനെ കുറിച്ചും പ്രണാമത്തിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സിനിമകൾ പറയുമ്പോൾ അതിലെ പാട്ടുകളെ കുറിച്ച് തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരതൻ സാറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം പാട്ടുകൾ ക്യാരക്ടറുകളായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പാട്ടങ്ങ് കട്ട് ചെയ്താൽ ചിലപ്പോൾ കഥ മുറിഞ്ഞു പോകും. പാട്ടിനകത്ത് കഥകൾ ഉണ്ടായിരുന്നു, അതിനകത്ത് സീനുകൾ പാട്ടിനകത്തുണ്ടായിരുന്നു. പല പാട്ടുകളും അങ്ങനെ തോന്നുന്ന പാട്ടുകളാണ്. എങ്ങനെയാണ് ഒരു ബന്ധം? ഭരതേട്ടനും ഞാനും ഏറ്റവും ആദ്യം കാണുന്നത്, ഭരതേട്ടൻ ഞാൻ കാണുന്നത് ദേവരാജൻ മാസ്റ്റർ കളരിയിലാണ്. അവിടെ ഭരതേട്ടൻ്റെ പടം ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന് സംഗീതം ഒരുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനൊരു വളരെ ചെറിയ പയ്യൻ, 20 വയസ്സൊക്കെ, 21 വയസ്സ് പ്രായം. അപ്പോൾ ഭരതേട്ടനെ കണ്ട വഴിക്ക് എന്തോ ആ മുഖത്ത്, എനിക്ക് ഭരതേട്ടൻ തൃശ്ശൂർക്കാരനാണ്, അദ്ദേഹം വലിയൊരു സംവിധായകൻ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വയലിൻ വായിച്ചു കിടക്കുന്നു, എനിക്ക് ദേവരാജൻ മാഷാണ് എൻ്റെ ദൈവം, ബാക്കി ആരും അറിഞ്ഞുകൂടാ. അപ്പോൾ ഭരതേട്ടൻ എന്നെ ഇങ്ങനെ കണ്ട്, വയലിനൊക്കെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഭരതേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട്, എവിടെയാണ് എൻ്റെ സ്ഥലം? തൃശ്ശൂർ. ആ, തൃശ്ശൂരാണോ? ഞാൻ എന്നിട്ട് ഭരതേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ ഭരതൻ. അപ്പോഴേക്കും അറിയാം ഭരതൻ സംവിധായകനാണ്. ഇത് പറയുന്നത് ഗുരുവായൂർ കേശവൻ, രതി നിർവേദം, ഈ പടങ്ങളൊക്കെയാണ്. അന്ന് എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ഭരതേട്ടന് ഞാൻ വയലിൻ വായിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ ഈ വയലിനാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനും ഇതെല്ലാം ചെയ്യാനുള്ള കാരണം. അദ്ദേഹത്തിന് ഞാൻ വയലിൻ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ വയലിനിലുള്ള ആ ഒരു വിഷ്വലും അതിൻ്റെ സൗണ്ടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം ഭയങ്കര ക്രേസാണ് ഭരതേട്ടന്. അങ്ങനെ അതിൽ നിന്നാണ് ആരവെന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ. അതാണ് ഞാൻ അറിഞ്ഞത്. അതായത് ആരവെന്ന് പ്രേക്ഷകരോടും കൂടി പറയാണ്, ആരവെന്ന് പറയുന്ന പടത്തിലൊരു നിരാശ കാമുകൻ, ഒരു ചെറിയ കാമുകൻ, ഒരു വയലിൻ, അവിടെ ഇവിടെയൊക്കെ നിന്ന് വയലിൻ വായിക്കുന്ന ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കഴിഞ്ഞാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്നത്. അതെ, തീർച്ചയായിട്ടും അഭിനയം കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷൻ. ഫസ്റ്റ് എൻട്രി സിനിമയിലേക്ക് വയലിനിസ്റ്റായിട്ടൊക്കെ ഞാൻ പിന്നെ അത് ബിഹൈൻഡ് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാട്ടുകൾക്ക് ഓർക്കസ്ട്ര വായിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ മുന്നണിയിൽ വരുന്നത് അഭിനേതാവായിട്ടാണ്. അപ്പൊ അതിനും കാരണം വയലിനാണ് കേട്ടോ. പക്ഷേ ആ വയലിനായതുകൊണ്ട് മാത്രം ഭരതേട്ടൻ എന്നെ പിന്നീട് വിളിക്കുന്നൊന്നും ആരും കരുതണ്ട. ഭരതേട്ടന് ഞാൻ അതിൽ വായിച്ചിരിക്കുന്ന ബിറ്റുകള്, ഞാൻ ലൈവായിരുന്നു അന്ന് റെക്കോർഡിങ്. അതായത് ഈ സിനിമയെ നമ്മൾ കേൾക്കുന്ന ബിറ്റുകൾ ലൈവായിട്ട് വായിച്ചിട്ടുള്ളത് റീക്രിയേറ്റ് ചെയ്തു. സെയിം നോട്ട്സ് ഒക്കെ നമ്മൾ വായിച്ചു തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, ഭരതേട്ടന്റെ സംഗീതത്തിന്റെ ടേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഭരതേട്ടൻ എപ്പോഴും ഈ 5 സ്വരങ്ങളുള്ള രാഗങ്ങൾ, അതായത് മോഹനം, അതിലേറ്റവും ഇഷ്ടമുള്ളത് മോഹനം, ഹിന്ദോളം, അങ്ങനെയുള്ള ശുദ്ധന്യാസ്, ഇതൊക്കെ ഭരതേട്ടന്റെ ഫേവറേറ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് വളരെ നാച്ചുറലായിട്ടുള്ള സംഗീതമാണത്. ഒട്ടും ഹാർഡല്ല, വളരെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന രാഗങ്ങളാണ് അതിലുണ്ടാകുന്നത് മുഴുവൻ. അപ്പം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ല. ഞാനതിൽ ആ സീൻ, അത് ടോട്ടലി അവിടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മൊത്തം ആ ഹൊഗനയ്ക്കൽ
വെള്ളച്ചാട്ടവും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ മോഹനമാണ് വരുന്നത്. അപ്പം ഞാൻ മോഹനത്തിൽ കുറേ ബിറ്റുകൾ ഇങ്ങനെ കുട്ടികൾ വായിച്ചിട്ട് ടൻ ടരൻ ടര ടര ടരാ. പിന്നീട് മറ്റേ ദേവദൂതറിന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നാണ്. അപ്പൊ അതന്ന് ഞാൻ വായിച്ചപ്പോൾ ഭരതേട്ടൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഞാൻ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അതാണ് ആ പടത്തിന്റെ റീ റെക്കോർഡിങ് സമയത്ത് ഭരതേട്ടൻ ഈ ബിറ്റുകളൊക്കെ വീണ്ടും വേണം. അപ്പം എന്തിനാ ഇനി വേറൊരാൾ അന്വേഷിച്ച് പോണേ, റീ റെക്കോർഡിങ് എന്നോട് ചെയ്യാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭരതേട്ടന് നിർബന്ധം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ സുഹൃത്ത് അന്ന് മ്യൂസിക് ഡയറക്ടറല്ല ജോൺസൺ, അപ്പോൾ അനന്തർ തൃശ്ശൂർക്കാരനാണ്, അപ്പോൾ ജോൺസനെയും കൂടി വിളിക്കാം. അങ്ങനെ ഞങ്ങൾ ഡുവോ ആയിട്ടാണ് അതിൽ ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തത്. അന്ന് ആ ബന്ധം അവിടെ നിന്നു. പിന്നീട് ഞാൻ ഈ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യം, നമുക്ക് അങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിച്ചാലൊന്നും അഭിനയമോഹം വന്നില്ല, ഒന്നും വന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ മുഴുവൻ വയലിനായിരുന്നല്ലോ. ഇങ്ങനെ ഒരു മോഹമൊന്നുമില്ല. അതുപോലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനും എനിക്ക് മോഹമില്ല. എനിക്ക് വയലിൻ വായിക്കാനേ എൻ്റെ ഇതുള്ളൂ. ഞാൻ ജോൺസണോട് പറഞ്ഞു. അങ്ങനെ ജോൺസണായിട്ട് ഞങ്ങളത് ചെയ്തു. ഉടനെ അടുത്ത പടം പാർവതിയുടെ സമയത്ത് ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ചു, ഡുവോ ജോൺസൺ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനുള്ള ഭരതേട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഭരതേട്ടൻ അന്ന് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. റേഡിയോയിൽ അന്ന് വരും, എന്തെന്ന് ഞാൻ കണ്ടുപിടിച്ച മുത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഭരതേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഭരതേട്ടൻ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അത് ഭരതേട്ടൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരതേട്ടൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വീണ്ടും, അതിൽ പാട്ടുണ്ടായിരുന്നില്ല, പാട്ടോട് കൂടിയിട്ട് ചെയ്യാൻ പറഞ്ഞു. ശരി, അപ്പം ഞാൻ ഭരതേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു. അപ്പം ജോൺസൺ പറഞ്ഞു, അതെ ആ പരിപാടി പറ്റില്ല, ഒന്നുകിൽ നീ ചെയ്യേ അല്ലെങ്കിൽ ഞാൻ ചെയ്യും, ഡുവോ പരിപാടി വേണ്ട, നീ ഭരതേട്ടനോട് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭരതേട്ടനായിട്ട് വളരെ അടുപ്പമാണ്. കാരണം ഈ ആരവം സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഭരതേട്ടൻ ഇടയ്ക്ക് എന്നെ വീട്ടിലേക്കൊക്കെ വിളിക്കും. എന്നിട്ട് നീ അതൊന്ന് വായിച്ചേടാ വയലിൻ. ഞാൻ വെറുതെ വീട്ടിലിരുന്ന് വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. ഭരതേട്ടൻ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭരതേട്ടൻ്റെ ചിന്തയിലാണ്, അതിനകമ്പടിയായിട്ട് ഞാൻ വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ ഭരതേട്ടനോട് പറഞ്ഞു, ഭരതേട്ട ജോൺസൺ ഇങ്ങനെ പറഞ്ഞു, ജോൺസൺ ചെയ്തോട്ടെ, എനിക്ക് അങ്ങനെ അതിൽ വലിയ ഇതില്ല, ഒരാളെ ചെയ്യുള്ളൂ, ഞാനല്ലെങ്കിൽ ജോൺസൺ ഈസ് ഇൻട്രസ്റ്റഡ്, ലെറ്റ് ഹിം ഡു ദാറ്റ്. അങ്ങനെയാണ് പാർവതി ജോൺസൺ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഭരതേട്ടൻ, ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എന്നോട് പറയണത്, ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ഒരു വലിയ തുടക്കങ്ങളാണ്. നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ കേട്ട് വിടാൻ പാടില്ലാത്ത പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. അല്ലേ ചേട്ടാ? പറഞ്ഞു ജോൺസൺ മാഷ് വരുന്നു, ചരിത്രങ്ങളാണ്.